നിയമക്കുരുക്കിൽ തട്ടിയ റോഡ് പുനർനിർമ്മാണം അനന്തമായി നീളുന്നതിൽ വിഷമവൃത്തത്തിലായി ഏതാനും കുടുംബങ്ങൾ. പൊയ്യ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ സ്ഥിരതാമസക്കാരായ ഏതാനും കുടുംബങ്ങൾക്കാണ് ഈ ദുർവിധി. റോഡിന്റെ പുനർനിർമ്മാണത്തിനുള്ള ഇവരുടെ ആവശ്യം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിഗണനയിലാണ്. പൊയ്യ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ 5 കുടുംബങ്ങൾ തങ്ങളുടെ റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അധികൃതർക്ക് പലവട്ടം അപേക്ഷയും നൽകി. 5 ലിങ്ക്സ് മാത്രം വീതിയുള്ള റോഡാണ് നടവഴി സമാനമായ സഞ്ചാരപാത. നിരപ്പല്ലാത്ത ഭൂമിയായതിനാൽ പാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞിട്ടുണ്ട്. ഇവ കെട്ടി സംരക്ഷിച്ചു വേണം വഴി പുനർനിർമ്മിക്കാൻ. പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാൻ തയ്യാറായെങ്കിലും നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ എത്തിയില്ലെന്നാണ് അവരുടെ വിശദീകരണം. എൻ്റെ ലാസ്റ്റ് വീട് എൻ്റെ വീടാണ്. അപ്പോൾ അമ്മയുണ്ട് വയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ DLS കോടതിയിലൊരു കേസ് കളക്ടർ മുഖേന കേസ് ഉണ്ട്. പക്ഷേ അതൊരു 5 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ ഏറ്റെടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണത്. ഇതിപ്പോൾ ആൾ കണ്ടോ, ഞങ്ങൾക്കിപ്പോൾ എൻ്റെ അമ്മയ്ക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ആസ്പത്രി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങളുടെ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ DLS കോടതി മുഖേന അന്ന് ഒരു 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഇതിൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ട്. ഇപ്പോൾ അത് ഏറ്റെടുക്കാൻ ആളില്ല എന്നാണ് അവർ പറയണത്. ഇപ്പം ഞാൻ 2023 ഡിസംബറിൽ കൊടുത്ത ഇതാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്കൊന്ന് പോകാൻ പറ്റില്ലുണ്ട്, അങ്ങോട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക്. ഇതോടെ പ്രദേശവാസികളായ റോഡിന്റെ ഗുണഭോക്താക്കൾ കളക്ടറെ സമീപിച്ചു. തുടർന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിയമയുദ്ധവും ആരംഭിച്ചു. 2 വർഷമായി കേസ് തുടരുന്നു. പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്താൽ തീരാവുന്ന നിർമ്മാണ ജോലികളാണ് നിയമക്കുരുക്കിൽ അകപ്പെട്ട് അനന്തമായി നീളുന്നത്. രോഗികളും വൃദ്ധരുമുള്ള കുടുംബങ്ങളാണ് റോഡിനെ ആശ്രയിക്കുന്നത്. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. മീഡിയ ടൈം, മാള.